ഉത്തർപ്രദേശിലെ കാൺപൂരിൽ പരിശീലന വിമാനത്തിന്റെ പ്രൊപ്പല്ലർ തട്ടി പൈലറ്റ് പരിശീലനാർത്ഥിക്ക് പരിക്കേറ്റു. പ്രൊപ്പല്ലറുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരട്ട എഞ്ചിൻ വിമാനത്തിൽ നിന്ന് പരിശീലനാർത്ഥി പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. അപകട വിവരം ഫ്ലൈയിംഗ് ട്രെയിനിംഗ് ഓർഗനൈസേഷൻ DGCയെ അറിയിച്ചിരുന്നില്ലെന്നാണ് വിവരം. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. അർജുൻ, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്? അതിൽ എവിടെയാണ് പിഴവുണ്ടായിരുന്നത്? ഈ ട്രെയിനറുടെ ഭാഗത്തു നിന്നാണ് പിഴവ് ഉണ്ടായിരിക്കുന്നത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 11:30 കാൺപൂരിലെ ചാക്കേരി എയർപോർട്ടിലാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ ട്രെയിനിങ് പൂർത്തിയാക്കിയ ശേഷം പരിശീലനാർത്ഥിയോട് വിമാനത്തിൽ നിന്നും ഈ പ്രൊപ്പല്ലർ ഓണായിരിക്കെ തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ ട്രെയിനർ ആവശ്യപ്പെടുകയായിരുന്നു. ആവശ്യത്തിനനുസരിച്ച് ഈ പെൺകുട്ടിയാണ് പരിശീലനാർത്ഥി. അവർ പ്രൊപ്പല്ലർ ഓണായിരിക്കെ തന്നെ വിമാനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. ആ സമയത്താണ് വിമാനത്തിന്റെ ഇടതുവശത്തുള്ള എഞ്ചിൻ പെൺകുട്ടിയുടെ പുറകിൽ ഇടിക്കുന്നത്. ഗുരുതരമായി തന്നെ പരിക്കേറ്റ പെൺകുട്ടി ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. ഈ ഗാർഗ് ഏവിയേഷൻ എന്ന് പറയുന്ന ഏവിയേഷൻ കമ്പനിയുടെ വിമാനമാണ് ഈ ട്രെയിനിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നതും. മാത്രമല്ല ആ വിമാനത്തിന്റെ പ്രൊപ്പല്ലർ തട്ടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുകയും ചെയ്യുന്നത്. അതിനുശേഷം ഈ ഗാർഗ് ഏവിയേഷനോ ചാക്കേരി വിമാനത്താവളത്തിലെ അധികൃതരോ DGCയോട് ഈ അപകട വിവരം റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. പിന്നീടാണ് ഈ വിവരമെല്ലാം തന്നെ പുറത്തു വരുന്നത്. ഇതിനോടകം തന്നെ എന്തായാലും DGC ഈ വിവരം അറിഞ്ഞ ശേഷം ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല അന്വേഷണ കാലയളവിൽ ഈ പറയുന്ന ട്രെയിനറെ തൽക്കാലത്തേക്ക് ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് ആ ഒരു നടപടിയിലേക്ക് കൂടി പോയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ അപകടത്തിന് കാരണമായിട്ടുള്ള വിമാനം ഗാർഗ് ഏവിയേഷന്റെ ഈ ട്വിൻ എഞ്ചിൻ വിമാനം തൽക്കാലത്തേക്ക് അന്വേഷണം പൂർത്തിയാക്കുന്നത് വരെ എന്തായാലും ഉപയോഗിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് കൂടി DGCയെ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ പെൺകുട്ടി ഇപ്പോഴും ഗുരുതരമായി തന്നെ പരിക്കേറ്റ് കാൺപൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. GK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.